ഹലോ വ്യൂവേഴ്സ്, എന്നാൽ പിന്നെ ഇന്ന് നമുക്കൊരു മോമോസ് ഉണ്ടാക്കിയാലോ? മോമോസ് പല രീതിയിൽ ഉണ്ടാക്കാം അല്ലേ? നമുക്ക് വെജിറ്റേറിയൻ ആയിട്ടും നോൺ വെജിറ്റേറിയൻ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് മോമോസ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ മോമോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അതാകുമ്പോൾ മൈദാമാവ് നല്ല ഒട്ടിപ്പിടിക്കാൻ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. നമുക്ക് പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിൽ മൈദാമാവ് എടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് കുഴച്ചെടുക്കുക. പൊട്ടി പിടിക്കാത്ത വിധത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടെ തടവിയിട്ട് നമുക്കതിനെ മാറ്റി വെക്കാം. അതാകുമ്പോൾ മാവ് ഡ്രൈ ആവാതിരിക്കും. നമുക്കൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ബോൺലെസ് ചിക്കൻ ഇടുക. എന്നിട്ട് അതിനകത്തേക്ക് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ചെറിയ എല്ലിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് വെന്ത് വരുമ്പോഴത്തേനും അടർത്തി മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ അതിനെ നന്നായിട്ട് മസാല തിരുമ്മിയിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ വേവിച്ചതിന് ശേഷം നമ്മൾ കുഞ്ഞുണ്ടായിരുന്ന എല്ലൊക്കെ കളഞ്ഞതിന് ശേഷം അതിന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇനി ഒരു മീഡിയം സൈസ് സവോള എടുക്കാം. എന്നിട്ട് അതിനെ ചെറുതായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതോടുകൂടി വേണ്ട സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം, അതേപോലെ തന്നെ ഇഞ്ചി വേണം. ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മോമോസ് കഴിക്കുമ്പോൾ അറിയാമല്ലോ, അതിനകത്ത് ഒരുപാട് കടിക്കാനായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ചിക്കൻ ഒരു ബൗളിലേക്ക് ഇടുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളിപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും, അതായത് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം ആവശ്യത്തിന് ചേർക്കുക. എരിവ് നിങ്ങൾ നോക്കിക്കോണം. ഇഞ്ചി ഇടുന്നുണ്ട്, പച്ചമുളക്, കുരുമുളക് പൊടിയൊക്കെ ഉണ്ട്. അതിന് കൂടുതൽ നമുക്ക് ആവശ്യത്തിനുള്ള സോയാ സോസ് കൂടി ഒഴിക്കാം. ഒരുപാട് ഒഴിക്കൽ, കുറച്ച് ഒഴിക്കാവുള്ളേ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാമേ. അപ്പോൾ എരിവൊക്കെ നിങ്ങൾ ആ സമയത്ത് എരിവും ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പരത്തി വെച്ചിട്ടുള്ള, അതായത് കുഴച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മൈദ ഇവിടെ നമ്മൾ പൂരി പ്രസറിൽ വെച്ചിട്ടാണ് പ്രസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാനൈറ്റിലൊക്കെ ഇട്ട് വലുതായിട്ട് പരത്തിയിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഷേപ്പിലൊക്കെ കിട്ടും. അല്ലെങ്കിൽ മോമോസ് ഉണ്ടാക്കുന്ന ഒരു പ്രസ്സറുണ്ട്, അത് വാങ്ങിക്കാനായിട്ടിട്ട് 150 രൂപയൊക്കെ ഉള്ളു. അതിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പരത്താനായിട്ടും അതേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാനും പറ്റുന്നൊരു മെഷീനാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് പീസസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച്, ഇത് കുറച്ചും കൂടെ വലുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള നമ്മുടെ ഷീറ്റ് എടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ്സ് വെക്കാം. ഇനിയാണ് ടാസ്ക്, ഇതിനെ പരത്തി മോമോസിനൊരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട്. ടു ബി വെരി ഓണസ്റ്റ്, എനിക്കിത് കറക്റ്റ് ഷേപ്പിൽ പരത്താനായിട്ട് അങ്ങനെ അറിയത്തില്ല. അപ്പോൾ എനിക്കറിയാവുന്ന ഷേപ്പിലൊക്കെയാണിത് പരത്തിയെടുക്കുന്നത്. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഇതിനകത്ത് ഫില്ലിങ്സ് കഴിക്കുന്ന സമയം നമുക്ക് ആ മോമോസിൻ്റെ ടേസ്റ്റ് വരണമല്ലോ, അതാണല്ലോ മെയിൻ. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലൊക്കെ ഇതിനെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഫ്രൈ ചെയ്ത് എടുക്കുക കേട്ടോ. ഞങ്ങൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഇതിനെ ആവിയിൽ വേവിച്ചെടുത്തത്. എന്നിട്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നേ. നമ്മളിത് ടൊമാറ്റോ സോസൊക്കെ കൂട്ടിയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോമോസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയത്തുള്ളൂ. ഇരുന്ന് അത് തണുക്കും തോറും അത് കുറേ കൂടെ ഡ്രൈ ആവും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. Thank you for watching.